ഇനിയിപ്പോൾ 7ന്റെ പണിയെന്ന് പറഞ്ഞാലേ ഓടും. അതൊന്നുമില്ല, ഇന്ന് കഴിഞ്ഞല്ലോ. അത് 7ന്റെ പണി അവസാനിച്ചു. ഇപ്പോൾ മനസ്സ് ഫുള്ള് ക്ലിയർ ആയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? എല്ലാവരോടും എല്ലാം പറഞ്ഞു തീർത്ത്. അതെ. ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു റീ എൻട്രി? റീ എൻട്രിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ റീ എൻട്രി കയറാൻ ആഗ്രഹിച്ചതും കൊതിയായതും എനിക്ക് അക്ബറിനെ ഒന്നുകൂടി കാണണം. അവിടെ വെച്ചിട്ട് അക്ബറിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് സാധിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. തിരിച്ചു കയറിയപ്പോൾ എൻ്റെ കൂട്ടുകാരനെ കാണാൻ പറ്റി. അവൻ്റെ കൂടെ കുറച്ച് നാൾ എനിക്ക് ആ വീടിനുള്ളിൽ വീണ്ടും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ എല്ലാവരെയും കാണാൻ സാധിച്ചു. പിന്നെ പ്രത്യേകിച്ച് അറിയാലോ, നമുക്ക് കുറച്ച് നാൾ നിന്ന ശേഷം തിരിച്ച് വീണ്ടും ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും. പിന്നെ എന്താ കണ്ടതല്ലേ, നിങ്ങൾ എപ്പിസോഡ് കണ്ടതല്ലേ? എല്ലാം വളരെ സന്തോഷമായിട്ട് തന്നെയാണ് അവസാനിച്ചത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 6 സീസൺസ് കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും 7ാമത്തെ സീസൺ, ഇങ്ങനൊരു സീസൺ നമ്മൾ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഇങ്ങനൊരു സീസൺ കണ്ടിട്ടുണ്ടോ? ഇല്ല. അല്ല, ഇതെന്താ സംഭവിച്ചാൽ 7ാമത്തെ സീസണിലൊരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയില്ല. പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയും. അത് ഇനി എന്ത് സംഭവിച്ചാലും, അവരുടെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയുന്ന കണ്ടസ്റ്റൻസുകളായിരുന്നു ഇത്തവണത്തെ എല്ലാ കണ്ടസ്റ്റൻസും. എനിക്ക് റീ എൻട്രിയിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ ബിൻസി ആണെങ്കിലും ശൈത്യ ആണെങ്കിലും ചേട്ടനാണെങ്കിലും എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും, ഈവൻ നമ്മുടെ കലാഭവൻ സരിക ചേച്ചി ആണെങ്കിൽ പോലും നിങ്ങളെല്ലാവരും വരാനുള്ളത് വരട്ടെ, പറഞ്ഞു തീർക്കുക, പറയാനുള്ളത് ഇവിടെ തീർത്തിട്ട് പോവാന്നുള്ളൊരു മൈൻഡിലായിരുന്നു. അത്രേ ഉള്ളൂ. ഞാൻ പറയട്ടെ, ഇപ്പം 100 ദിവസം നിന്നവരാണെങ്കിലും കപ്പ് നേടിയവരാണെങ്കിലും എല്ലാവരും തന്നെ അതിൽ ഒരേപോലെ കണ്ടസ്റ്റൻസുകളാണ്. അപ്പം ഓരോ ആൾക്കാരും അറിഞ്ഞും അറിയാതെയും പറയുന്ന വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് മറ്റ് കണ്ടസ്റ്റൻസുകൾക്കുണ്ടായ ദുരനുഭവങ്ങളാണ് അന്ന് അവിടെ പ്രതികരണമായിട്ട് വന്നത്. അപ്പം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുകയും ചെയ്യും. അതിന് നമുക്ക് ഒരു PR-മാരും പേടിച്ച് അല്ലെങ്കിൽ ജീവിതം നശിപ്പിക്കുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മളത് പ്രതികരിക്കും. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കിത് പറയുമ്പോൾ അല്ലെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ സൈബർ ആക്രമണങ്ങൾ അതിഭീകരമായിട്ടുണ്ടാകും എന്നും മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ രണ്ടാമത് കാര്യങ്ങൾ ചോദ്യം ചെയ്തത്. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ റീ എൻട്രിക്ക് മുൻപും ശേഷവും പലർക്കും, ചില ആളുകൾക്ക് ഭയങ്കര നെഗറ്റീവായിട്ടിരുന്നവർക്ക് റീ എൻട്രിക്ക് ശേഷം നല്ല പോസിറ്റീവായി, ചില ആളുകൾക്ക് നെഗറ്റീവ് 2.0 പോലെയായി, വീണ്ടും ഒരുപാട് നെഗറ്റീവായി. ശരിക്കും അപ്പാനിച്ചേട്ടൻ എങ്ങനെയായിരുന്നു റീ എൻട്രി കഴിഞ്ഞിട്ട്? എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒരുപാട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് കൂടിയെന്ന് എനിക്ക് പറയാം. എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. പോസിറ്റീവാണോ നെഗറ്റീവാണോ ഞാൻ നോക്കിയിട്ടില്ല, അതാണ് സത്യം. എനിക്ക് പുറത്തിറങ്ങിയതിന് ശേഷം എനിക്ക് എൻ്റെ കരിയറിൽ മുമ്പ് പോയതിനെക്കാട്ടി ഫാൻസ് കൂടിയോ ഫോളോവേഴ്സ് കൂടിയോ അങ്ങനെയൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ആരാധകരെ കൂട്ടാൻ വേണ്ടിയിട്ടോ ഞാൻ ഇവിടെ ഒന്നും ചെയ്യാതെയാണ് കയറി പോയത്. ഞാൻ ജെന്യുവിനായിട്ട് തന്നെയാണ് രണ്ടാമത് കയറിയപ്പോഴും ഞാൻ വളരെ ജെന്യുവിനായിട്ട് പോയി, വളരെ ജെന്യുവിനായിട്ട് നിന്നു, തിരിച്ചു വന്നു. അത്രേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ്, നമ്മൾ ഓൾറെഡി ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ എൻ്റെ 1-2 ഫ്രണ്ട്സ് എനിക്കൊരു റീൽ അയച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഇതേപോലെ ഊഞ്ഞാലിലിരുന്നിട്ട് ഇതേപോലെ ഞാൻ ഇനി മസ്താനീനോട് മിണ്ടത്തില്ല, അവൾ എൻ്റെ മുന്നേ വന്ന് നിൽക്കട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല, വിഷമമൊന്നുമില്ല, അങ്ങനെയൊക്കെ പിണക്കമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയുകയും ചെയ്തു അത് ആൾ അങ്ങനെയാണ്. നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ്റർവ്യൂ എല്ലാം കട്ടിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ആരോടും ദേഷ്യമില്ല, ഈ ഗെയിമാണ്, ഞാൻ പൊതുവേ ആരോടും ദേഷ്യം വെച്ച് കൊണ്ടുപോകുന്ന ഒരാളല്ല എന്ന്. ശരിക്കും അത് ഭയങ്കര ഒരു നല്ല മനസ്സായിട്ട് എനിക്ക് തോന്നി. അവിടെ ചെന്നിട്ട് എല്ലാവരോടും, ഈവൻ അനുവിൻ്റെ അടുത്തും എല്ലാവരോടും അവസാനമായപ്പോഴത്തേക്ക് ഓക്കെ പറഞ്ഞ് ഹഗ് ചെയ്തിട്ടൊക്കെ ഇറങ്ങിയത്. അത് നല്ല കാര്യമായിരുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മസ്താനിയും ഞാനുമായിട്ടുള്ളൊരു പ്രശ്നം ഞാൻ അവിടെ ഇല്ലാതെ മസ്താനി ഞാനൊരു വിഷയം ഉണ്ടാവാൻ കാരണം തന്നെ മസ്താനി എൻ്റെ ഫാമിലി പറഞ്ഞിട്ടാണ്. ഒരു വൈകുന്നേരം സമയത്ത്, രാത്രി സമയത്ത് ഒരു വെസൽ ടീമിൻ്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംസാരം വന്നപ്പോൾ മസ്താനി എൻ്റെ ഫാമിലി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മസ്താനിയുടെ തന്ന് വളരെ ദേഷ്യത്തോടു കൂടി സംസാരിക്കേണ്ട ഇട വന്നത്. പിറ്റേ ആഴ്ച ഞാൻ എവിക്റ്റായി പോയപ്പോൾ മസ്താനി അങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചു. ആ ആക്ഷൻ കാണിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ല, ഓൾറെഡി ഞാൻ പുറത്തു വന്നു. ഇവിടെ പുറത്തു വന്നതിന് ശേഷമാണ് കണ്ടത്. അപ്പോൾ അതിലൂടെ എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടായി. അന്നത്തെ ഒരു ആക്ഷനിലൂടെ എനിക്ക് ഒത്തിരി സങ്കടങ്ങളുണ്ടായി.
ഒരുപാടധികം ഇൻസൾട്ടിങ് എനിക്ക് സംഭവിച്ചു, എനിക്ക് എൻ്റെ ഫാമിലിക്കൊക്കെ സംഭവിച്ചു. പക്ഷെ ഞാനത് വലിയ ടെൻഷനായിട്ടൊന്നും എടുത്തില്ല, ഞാനത് വിട്ടു, ആ വഴിക്കങ്ങ് വിട്ടു. കാരണം ആളങ്ങനെ ആളുടെ സമയത്ത് ആൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി, ആളങ്ങനെ ചെയ്തു. ആൾക്ക് ശരിയെന്ന് തോന്നണേലേ ആൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് എനിക്കറിയാം. എനിക്ക് അതിനുശേഷം ഞാൻ റീ എൻട്രി കയറിയപ്പോൾ മനസ്സുകൊണ്ട് എല്ലാവരും പറഞ്ഞു, എൻ്റെ രേഷ്മയും എല്ലാവരും പറഞ്ഞു, ചേട്ടാ വേറെ ആരുടെ മിണ്ടിയാലും പോകുന്നതിന് മുമ്പ് പറഞ്ഞു പിന്നെ വേറെ ആരുടെ മിണ്ടിയാലും മസ്താനെടുത്ത് ചേട്ടൻ മിണ്ടരുത്. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ വലിച്ചു കീർക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഞാനാണെങ്കിൽ എൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ കരയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കങ്ങ് സങ്കടം വരും പെട്ടെന്ന്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ആരെന്ത് തെറ്റ് ചെയ്താലും എൻ്റെ മുമ്പിൽ വന്നിട്ട് ക്ഷമ പറഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ കരഞ്ഞ് എനിക്കത് കണ്ട് നിൽക്കാനുള്ള മനസ്സില്ലാത്ത ഒരുത്തനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അവിടെ വന്നിട്ട് എല്ലാവരും വന്ന് പറഞ്ഞു. ആദ്യമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞു, ഒരു ക്ഷമ പറയില്ല, എനിക്ക് അവളെ കാണണ്ട, ഞാൻ എൻ്റെ അത് പറയൂലേ നമ്മൾ. പിന്നെ സാധാരണ ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഞാൻ പറയും. അപ്പം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ സുഹൃത്ത് അക്ബർ വരുന്നു, കലാഭവൻ സരിക വരുന്നു, ഷാരിക വരുന്നു, എല്ലാം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസുകളും എന്നോട് വന്നിട്ട് പറയുകയാണ്, എടാ നീ ഒന്ന് ആ മസ്താനുമായിട്ടുള്ള പ്രശ്നം ഒന്ന് കോംപ്രമൈസ് ചെയ്യണം, സോൾവ് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് എല്ലാവരോടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അപ്പോഴും അവളുടെ വിഷമം മാത്രമാണ് വലുത്, ഞാൻ അനുഭവിച്ച് എന്നെ അങ്ങനെ ചെയ്തതിൽ നിങ്ങൾക്ക് ഒന്നും പറയാനില്ലെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറയുന്നത്, ശരത്തെ അതും തെറ്റാണ്, അതും തെറ്റാണ്. അപ്പം ഞാൻ എന്നിട്ട് ഒരു ആലോചിച്ചപ്പം എനിക്ക് തോന്നി എന്നെ ആൾക്കൊരു ഞാനങ്ങനെ വാശി പിടിച്ച് നടക്കേണ്ട കാര്യം ഇല്ല എനിക്ക്. അവൾക്കൊരു തെറ്റ് പറ്റി, ഇപ്പം എൻ്റെ പെങ്ങൾക്കാണ് തെറ്റ് പറ്റിയത്, ഞാൻ ക്ഷമിക്കണ്ടേ? പിന്നെ എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയത്, ഞാൻ ക്ഷമിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് മസ്താനി എടുത്ത് യാതൊരു പ്രശ്നവുമില്ല, എനിക്ക് വേറെ ടെൻഷനൊന്നുമില്ല, മസ്താനി വിഷമിക്കേണ്ട, കരിയറിൽ ഒരുപാട് നല്ല, അങ്ങനെ തന്നെയാ പറഞ്ഞ, എൻ്റെ വാക്കുകൾ അങ്ങനെ തന്നെയാണ്. ഒരുപാട് നാൾ കരിയറിൽ നല്ല ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ. ക്ഷമ കൊടുക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അത് ഞാൻ കൊടുത്തു, അത് ഇനിയും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇവിടെ എത്തിയ ഒരാളാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പേരെ മുമ്പിൽ തല കുരിച്ചൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന്. ഒരുപാട് ക്ഷമയുള്ള ഏറ്റവും വലിയ ഒരു നടന് വേണ്ടത് ക്ഷമയാണ് എന്ന് മനസ്സിലാക്കുന്ന ആളാണ്. ക്ഷമിക്കുക അല്ലെങ്കിൽ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അത് വളരെ അടുത്ത് വേണമെന്ന് എനിക്ക് തോന്നി. അതങ്ങനെ ചെയ്തു. ഞാൻ രണ്ടാമത് പോകുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയിലുണ്ട്. നീ അവിടെ ഇറങ്ങുമ്പോൾ നിൻ്റെ ദേഷ്യവും വൈരാഗ്യമൊന്നും ആരുടെടുത്തും വെച്ചിരിക്കരുത്. നമ്മളൊരു 100 ദിവസം പോയി ഒരു ഗെയിമിൽ കളിച്ചു, ഒരു മത്സരത്തിന് പോയി മത്സരിച്ചു, തിരിച്ചു വന്നു, അത്രേ ഉള്ളൂ. നിനക്കതിൽ പരാജയവും വിജയവും എല്ലാം ഉണ്ടാവാം. ഇതുകൊണ്ടൊന്നും ജീവിതം അവസാനിക്കുന്നില്ല. നീ എവിടെ നിന്ന് തുടങ്ങിയാണ് നീ ഒന്ന് ഓർത്തു നോക്ക്. അതുകൊണ്ട് നീ ദേവി ഇത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിനക്ക് ആരോടും ഒരു ശത്രുവും ഉണ്ടാക്കി വെച്ചിട്ടല്ല നീ ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ അതേപോലെ അമ്മയൊക്കെ പറഞ്ഞതുപോലെ തന്നെ രേഷ്മ മാത്രമാണ് പറഞ്ഞു, മിണ്ടിപ്പോകരുത്. കാര്യം അത് അവൾക്കറിയാം, അവൾക്ക് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത് സഹിക്കാൻ പറ്റില്ല, പിന്നെ ഒരിക്കലും പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അമ്മ പറയുമ്പോൾ അത് രണ്ടാമതേ പറയുള്ളൂ. അമ്മ പറയുന്നത് എന്താണ്, ദേഷ്യം വെക്കരുത് മകനെ, മോനാരോടും ദേഷ്യം വെക്കേണ്ട കാര്യമില്ല, നിന്റെ വഴികൾ ഇതല്ല, നിനക്ക് ശത്രുക്കൾ വേണ്ട എന്ന് അമ്മ പറയുന്നു. ഒരു സ്ഥലത്ത് പറയുക, അത് സ്വാഭാവികം, രണ്ട് ഇമോഷൻസ് ആണ്. പക്ഷെ ഇത് എല്ലാത്തിനും അപ്പുറം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ അവിടെ ചെയ്തു. എനിക്കതിൽ 100% സമാധാനമുണ്ട്, സന്തോഷമുണ്ട്.